ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് പാവർട്ടിയുടെ പൊട്ടിപ്പൊളിഞ്ഞ റോഡിൽ നിന്നെല്ലാം മാറി നിങ്ങളുടെ കണ്ണിന് ആനന്ദമേകുന്ന കാട്ടിലുള്ള ഈ ചിമ്മിനി ഡാമിലുള്ള കാട്ടിലൂടെയുള്ള ചില റോഡുകളുടെയും അതുപോലെ തന്നെ അവിടുത്തെ ഞങ്ങൾ ഫാമിലി അടക്കം ഇന്നലെ യാത്ര ചെയ്തതിൻ്റെ കുറച്ച് ദൃശ്യങ്ങളാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. തൃശ്ശൂർ ജില്ലയിൽ നിന്നും കേവലം ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറിനുള്ളിൽ നമുക്കൊരു 40-60 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് നമുക്ക് ഈ ആമ്പല്ലൂർ വരന്തരപ്പള്ളി പാലപ്പള്ളി ഭാഗത്ത് എച്ചിപ്പാറയിലാണ് ഇപ്പോൾ ഈ ചിമ്മിനി ഡാം നിലനിൽക്കുന്നത്. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് എളുപ്പത്തിൽ എത്തിപ്പെടാവുന്ന പ്രകൃതി രമണീയമായൊരു സ്ഥലം, നമുക്ക് ഈ വൈൽഡ് ഫോറസ്റ്റ് കാടുകൾ അങ്ങനെ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വളരെ ശാന്തമായ അനുഭവം തരുന്ന ഒരു ഏരിയ തന്നെയാണ് ഈ തൃശ്ശൂർ ജില്ലയിലെ ചിമ്മിനി ഡാം. അവിടെ റോഡുകളുടെ നിലവാരമാണ് എന്നെ വളരെയധികം ആകർഷിച്ചത്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നമ്മുടെ ഈ അൽഷാം മീഡിയയുടെ ചാനലിൽ പാവർട്ടി ടൗണിൻ്റെ പാവർട്ടിയുടെ ബന്ധപ്പെട്ടിട്ടുള്ള വാർഡുകളിലെയും അവിടുത്തെ റോഡുകളുടെയും ശോചനീയാവസ്ഥ നമ്മൾ കാണിച്ചിരുന്നു. അപ്പോൾ അതിൽ നിന്നെല്ലാം മാറിയിട്ട് കാടിൻ്റെ ആ ഒരു വനഭംഗി ഒരു ആസ്വദിക്കുന്നതോടൊപ്പം തന്നെ ആ റൈഡിങ് എക്സ്പീരിയൻസ്, നമ്മുടെ ആ യാത്രാസുഖം അത് പറഞ്ഞറിയിക്കേണ്ടത് തന്നെയാണ്. അത് ഇവിടെ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ഫാമിലിയോടൊപ്പം ഒരു എൻ്റർടൈനിങ് ചെയ്യുന്ന യാത്രയോടൊപ്പം തന്നെ ആന, കടുവ, പുലി, കരടി, കാട്ടുപോത്ത്, മാൻ തുടങ്ങിയ മൃഗങ്ങളെയൊക്കെ അത് ആ പോകുന്ന ആളുടെ യോഗഭാഗ്യം പോലെയും അതുപോലെ തന്നെ ചില സമയങ്ങളിൽ അത് കൂടുതലും പുലർച്ചെ യാത്ര ചെയ്യുന്ന ആളുകൾക്കാണ് അതിനുള്ള ഭാഗ്യം ലഭിക്കാറുള്ളതെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിലും ആന വെള്ളം കുടിക്കാനും അതുപോലെ തന്നെ കരടിയൊക്കെ പുറമെ കാണുന്നതായിട്ട് അവിടെ പോകുന്ന ആളുകളും അവിടുത്തെ വാച്ചർമാരുമെല്ലാം പറഞ്ഞിട്ട് അറിയാൻ സാധിച്ചു. അപ്പോൾ ആ സമയത്ത് ഞാനിവിടെ പാവർട്ടിയുടെ ഭാഗം നമുക്ക് മറക്കാൻ കഴിയില്ല. ആ വനത്തിലെ ആ റോഡിനെ നാണിപ്പിക്കുന്ന രീതിയിലാണ് പാവർട്ടിയിലെ ഏറ്റവും പിൻപന്തിയിൽ നിൽക്കുന്ന, അതായത് 1ാം സ്ഥാനം കൊടുക്കാൻ അർഹരായിട്ടുള്ള വൈസ് പ്രസിഡൻറ്റിൻ്റെ 3ാമത്തെ വാർഡിൻ്റെ അവസ്ഥ നിങ്ങൾ കാണുക. അപ്പോൾ നമ്മൾ ഇത്രയും മുമ്പ് ഇതുവരെ സഞ്ചരിച്ചത് കാട്ടിലാണ് എന്ന ബോധം നമുക്ക് വേണം. കാട്ടിൽ ഇത്രയും ഭംഗിയുള്ള, ഇത്രയും റബ്ബറൈസ്ഡായിട്ട് ഒരു കുലുക്കം പോലും വരാതെ കാടിൻ്റെ ഭംഗി ആസ്വദിച്ച് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ തിരിച്ച് നമ്മൾ പാവർട്ടിയിലേക്ക് തിരിച്ചു വന്നാലുള്ള അവസ്ഥ ഇതാണ്. സ്കൂൾ കുട്ടികളും അതുപോലെ തന്നെ പാവപ്പെട്ട കാൽനട യാത്രക്കാരും സൈക്കിളിൽ പോകുന്നവരും ഈ വഴി എങ്ങനെയാണ് പോകുന്നത് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. കാട്ടിലാണ് ശരിക്കും സത്യം പറഞ്ഞാൽ ഇത്തരത്തിലുള്ള റോഡുകളെങ്കിൽ ആരും കാര്യമായിട്ടത് ഗൗനിക്കാറില്ല, അതിനെതിരായിട്ട് ആരും പ്രതികരിക്കാനും പോകാറില്ല. കാരണം കാട്ടിൽ ഇത്രയൊക്കെ ഫെസിലിറ്റി അല്ലെങ്കിൽ ഇത്രയൊക്കെ സൗകര്യമേ നമ്മൾ പ്രതീക്ഷിക്കാറുള്ളൂ. അവിടെ നമ്മൾ ഒരു ഓഫ് റോഡിങ് എക്സ്പീരിയൻസ് ഒക്കെയാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഈ പോകുന്ന ബൈക്കുകളുടെ അവസ്ഥ നിങ്ങളൊന്ന് കാണുക. കാരണം അത് വലിയ കുഴികളും അതുപോലെ തന്നെ വെള്ളക്കെട്ട് മൂലം ഈ വെള്ളക്കെട്ടിൽ വെള്ളം മൂടിയിരിക്കുന്ന അവസ്ഥയിൽ ആ കുഴിയുടെ താഴ്ച മനസ്സിലാവാതെ നിരവധി ആളുകൾ ഇവിടെ വീണ് പരിക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം മാറിയിട്ട് പാവർട്ടിയിലെ റോഡ് കണ്ട് അത് നിങ്ങളെ കാണിച്ച് നിങ്ങൾക്കും അത് വളരെയധികം ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലായപ്പോൾ ഞാനത് മാറി ചിന്തിക്കാമെന്ന രീതിയിലാണ് ഇപ്പോൾ ഫാമിലിയായിട്ട് കഴിഞ്ഞ ദിവസം പെങ്ങളുടെയും കുട്ടികളുടെയും അതുപോലെ തന്നെ ഭാര്യയുടെയും മക്കളെല്ലാവരും കൂടെ ഒരു ചെറിയൊരു ട്രിപ്പ്, ഒരു 1 ഡേ, അത് നമുക്ക് രാവിലെ ഒരു 9 മണിക്കാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. കുറച്ച് വൈകിട്ട് ഒരു 9-9:30 ആയി ഇവിടുന്ന് പോകുമ്പോൾ. പക്ഷേ എന്നാലും നമ്മൾ അവിടെ ഉച്ചയ്ക്ക് മുമ്പായിട്ട് തന്നെ ഒരു 11 മണിയൊക്കെ ആകുമ്പോഴേക്കും ഒരു 2 മണിക്കൂർ യാത്രയാണ്. റോഡുകൾക്കും വലിയ മോശമായ റോഡുകളൊന്നും ഞങ്ങൾ പോകുന്ന വഴിയിൽ കാണാൻ കഴിഞ്ഞില്ല. പാങ്ങ് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ശനിദശ കഴിഞ്ഞു. പാവർട്ടിയിൽ പാങ്ങ് വരെയാണ് ഈ വികസന മുരടിപ്പ് നിലനിൽക്കുന്നത്. അപ്പോൾ പാങ്ങ് കഴിഞ്ഞിട്ട് നമ്മളെ കസുവ ഹാള് കഴിഞ്ഞപ്പോൾ റോഡിൻ്റെ അവസ്ഥയൊക്കെ മാറി നമ്മളേതോ വികസിത രാജ്യത്തെ എത്തിയ രീതിയിലുള്ളൊരു പ്രധാനമാണ്. കാരണം ഒരു കാട്ടിൽ നിന്ന് മാറിയിട്ട് നാട്ടിലേക്ക് എത്തിയ ഒരു അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ പാവർട്ടിയിലെ റോഡിൽ നിന്ന് കസുവയുടെ അവിടെ നിന്നുള്ള റോഡിലേക്ക് നമുക്ക് കിട്ടിയത്. അപ്പോൾ പാവർട്ടിയിലെ റോഡിൻ്റെ ഈ അനാസ്ഥയ്ക്ക് കാരണം അത് മെമ്പർമാരുടെ പോരായ്മയാണോ അതോ ഗവൺമെൻറ് മറ്റുള്ള പഞ്ചായത്തുകൾക്ക് ഫണ്ടുകൾ വാരിക്കോരി കൊടുക്കുമ്പോൾ പാവർട്ടി പഞ്ചായത്തിന് മാത്രം എന്തുകൊണ്ട് ഒരു ഇരട്ട നയം എന്നത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് തിരിച്ചു വരാം. നിങ്ങൾ പാവർട്ടിയിലെ കാഴ്ചകൾ കണ്ട് ബോറടിച്ചിരിക്കുന്ന ആളുകൾക്ക് വളരെയധികം കണ്ണിന് ആനന്ദം നൽകുന്ന ദൃശ്യങ്ങളാണ് നമ്മുടെ റോഡിൻ്റെ ഇരുവശങ്ങളിലും ഈ റബ്ബർ പ്ലാന്റേഷനും അതുപോലെ തന്നെ ഈ ചെറിയ ഈ മരങ്ങൾ, തേക്ക് മരങ്ങളും
ഒക്കെ ആയിട്ട് വളരെ കണ്ണിന് ആനന്ദം നൽകുന്ന കാഴ്ചകളാണ് നമുക്ക് ഈ ചിമ്മിനി ഡാമിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ റോഡിൻ്റെ ഭംഗി തന്നെ നമ്മളെ ഒരുപാട് ആകർഷിക്കും. കാരണം റബ്ബറൈസ് ചെയ്തിട്ടുള്ള എ ക്ലാസ് യാത്രാസുഖമുള്ള റോഡുകളാണ് ഈ കാട്ടിലേക്കുള്ള അല്ലെങ്കിൽ ഈ ഡാമിലേക്കുള്ള വഴിയിൽ നമ്മുടെ സർക്കാർ നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഫണ്ടിൻ്റെ അപാകതയാണോ അതോ മറ്റുള്ള എന്തെങ്കിലും കാരണമാണോ എന്നുള്ളത് അത്രയും ബലമായി സംശയിക്കാനുള്ള കാരണം ഇതാണ്. കാടിലെ റോഡിൻ്റെ അവസ്ഥ ഇത്രയും സുന്ദരമാണ്, പക്ഷേ നാട്ടിലെ അവസ്ഥ വളരെ മോശമാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിൽ പറയേണ്ടി വരുന്നത്. പിന്നെ അവിടെ നിന്ന് കുറച്ചങ്ങോട്ടൊരു 10-15 കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ ചൊക്കന എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അപ്പോൾ ഈ ചൊക്കന എന്ന് പറയുന്നത് നമ്മളത് ഇവിടുന്ന് ചിപ്പാറയിൽ നിന്ന് അതുപോലെ തന്നെ ഈ ഡാമിൽ നിന്ന് തിരിച്ചിറങ്ങി വരുമ്പോൾ നമ്മൾ കോടാലി വഴി വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോടാലി റോഡ് കുറച്ച് മോശമാണ്. അപ്പോൾ ആ ഭാഗത്ത് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് ഇത്തരത്തിലുള്ള ഹാങ്ങിങ് ബ്രിഡ്ജ്, തൂക്കുപാലം. പക്ഷേ അത് അത്രയും സേഫ്റ്റി ആയിട്ട് നമുക്കത് ഫീൽ ചെയ്തില്ല. കാരണം അവിടുത്തെ ആളുകൾ, അവിടെ താമസിക്കുന്ന ആളുകളൊക്കെ വളരെ വേഗത്തിൽ അതിൽ ഓടിച്ചാടി പോകുന്നുണ്ട്. പക്ഷേ ഈ ഹാങ്ങിങ് ബ്രിഡ്ജ് ആട്ടമതിലുണ്ട് എന്നതോടൊപ്പം തന്നെ അതിൻ്റെ നടുവിൽ വെച്ചിട്ടുള്ള തകിടുകളുടെ പല ഭാഗങ്ങളിലും നമുക്കത് എന്താ പറയുക, ഹോളുകൾ, അതുപോലെ തന്നെ ഒരു ബലക്കുറവ് നമുക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ ആദ്യമായിട്ട് യാത്ര ചെയ്യുന്ന സ്ത്രീകളും കുട്ടികളുമൊക്കെ ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം വെച്ചാൽ കാലേൻ്റെ ഉള്ളിൽ ആ തകിടിൻ്റെ ഇടയിലേക്ക് ഇതായി കഴിഞ്ഞാൽ ബാലൻസ് കിട്ടാതെ മറിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ചെറിയ കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ പ്രായമായവരൊക്കെ ഇവർ ഒരുമിച്ച് ഇതിൽ കയറുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. ചൊക്കന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് അവിടുത്തെ ഒരു ലാൻഡ്മാർക്കായിട്ട് അവിടുത്തെ പ്രദേശവാസികൾക്ക് ഈ റോഡിൻ്റെ ഇപ്പുറത്ത് നിന്ന് അപ്പുറത്തെ സൈഡിലുള്ള എസ്റ്റേറ്റിലേക്കൊക്കെ ആളുകൾക്ക് പോകാനായിട്ട് ഉള്ള ഒരു താൽക്കാലിക തൂക്കുപാലമാണ് നിങ്ങൾക്ക് കാണുന്നത്. പിന്നെ ഈ യാത്രയിൽ നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കേണ്ടത്, ചിമ്മിനി ഡാമിൽ നമുക്ക് പോയി വരാവുന്ന ഒരു 1.5-2 കിലോമീറ്റർ 2 മണിക്കൂറിനുള്ളിൽ പോകാൻ പറ്റിയൊരു, രാവിലെ പോയിട്ട് വൈകുന്നേരം തിരിച്ചു വരാവുന്ന ഒരു യാത്രയാണെങ്കിലും ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അവിടെ കിട്ടാനായിട്ട് വളരെ പ്രശ്നമാണ്. കാരണം ചായ, കാപ്പി, കൂൾ ഡ്രിങ്ക്സ്, സ്നാക്സ് എന്നീ ചെറിയ ഐറ്റംസ് മാത്രമേ നമുക്കവിടെ കഴിക്കാനായിട്ട് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ ചെയ്തത് ഭക്ഷണമെല്ലാം ഉണ്ടാക്കിയിട്ട് ഒരു 2 വണ്ടിയിലായിട്ടാണ് ഞങ്ങളൊരു 10-20 പേരടങ്ങുന്ന കുടുംബം പോയത്. അപ്പോൾ വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഓഫീസ് ഏറ്റവും ടോപ്പിലുള്ള ഒരു പാർക്കിംഗ് ഏരിയയിൽ കൊണ്ടുവച്ചിട്ട് അവിടെ നിന്ന് എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് കഴിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം മുൻപ് ഒരു വട്ടം ഞങ്ങൾ ഇതുപോലെ യാത്ര ചെയ്തിട്ട് അവിടെ ഓംലെറ്റും ബ്രെഡും കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. കാരണം വേറെ ഭക്ഷണങ്ങളായിട്ട് കാര്യമായിട്ടൊന്നും അവിടെ കിട്ടാനില്ല. അപ്പോൾ രണ്ടാമത്തെ യാത്രയിൽ വലിയ വെള്ളക്കെട്ടൊന്നും പ്രതീക്ഷിക്കരുത്. കാരണം ഭക്ഷണം നമുക്ക് പകുതിയാകുമ്പോഴേക്കാണ് അവിടെ കാര്യമായ രീതിയിൽ ഈ അണക്കെട്ടിൽ വെള്ളം നിറയ്ക്കുകയുള്ളൂ. ഇപ്പോൾ നിങ്ങളവിടെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ആകെ ഒരു സംഭവം എന്ന് പറയുന്നത് ഈ കുട്ടവഞ്ചിയാണ്. അപ്പോൾ കുട്ടവഞ്ചിയിൽ തന്നെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, വളരെ കുറഞ്ഞ പരിമിതമായ രീതിയിൽ മാത്രമേ വെള്ളം കാണുന്നുള്ളൂ. പക്ഷേ എന്നാലും അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള ആ മനോഹാരിത, ആ കാടിൻ്റെ ഭംഗിയും അതുപോലെ തന്നെ മലകളും അതുപോലെ തന്നെ ആ ഭംഗി ആണ് മെയിനായിട്ട് നമുക്കിവിടെ ആഘോഷിക്കാനായിട്ട് അല്ലെങ്കിൽ ആസ്വദിക്കാനായിട്ടുള്ളത്. അപ്പോൾ കുട്ടവഞ്ചിയിൽ ഇത്തരത്തിൽ നമുക്ക് വെള്ളം നന്നായിട്ട് ഡാമിൽ ഫുള്ള് നിറഞ്ഞ് കിടക്കുന്ന സമയത്താണ് കൂടുതലത് ഒന്നും കൂടിയും നല്ല എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് കിട്ടുക. പിന്നെ ഭാഗ്യമുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ പുലി വെള്ളം കുടിക്കാൻ ഇറങ്ങിയതൊക്കെ ആളുകൾ കണ്ടു. അതുപോലെ തന്നെ ആനകൾ വൈകുന്നേരം 3 മണിക്ക് ശേഷം സ്ഥിരമായി ചക്ക കഴിക്കാനായിട്ടൊക്കെ, മരത്തിൽ നിന്ന് പ്ലാവിൽ നിന്ന് ചക്ക പൊട്ടിച്ച് കഴിക്കാനായിട്ടൊക്കെ ആനകൾ സ്ഥിരമായിട്ട് വൈകിട്ട് ഒരു 3 മണിയോടെ വരുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ വളരെ ചെറിയൊരു ബഡ്ജറ്റിൽ ഫാമിലിയായിട്ട് നമുക്ക് നമ്മുടെ ആ ജീവിതത്തിലുള്ള തിരക്ക് പിടിച്ച ജീവിതത്തിലെ ആ തിരക്കുകളൊക്കെ മാറ്റി വെച്ചിട്ടൊന്ന് റിലാക്സ് ആകാൻ പറ്റിയ, വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന തൃശ്ശൂർ ജില്ലയിലെ ഒരു എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് ഈ പറഞ്ഞിട്ടുള്ള ചിമ്മിനി ഡാം. ആ ചിമ്മിനി ഡാം ശരിക്കും കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ചാലക്കുടി താലൂക്കിലെ എച്ചിപ്പാറയിലാണ് ചിമ്മിനി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. കരുവന്നൂർ പുഴയുടെ കൈവഴിയായ കുറുമാലിപ്പുഴയ്ക്ക് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. 100 ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവ് ഈ സ്ഥലത്തിനുണ്ട്. 995 മീറ്റർ കല്ലും 686 മീറ്റർ മൺതിട്ടയുമുള്ള ഡാമിൻ്റെ നിർമ്മാണം 1975 ആരംഭിച്ചത്. എന്നിട്ടത് 1996 അത് കമ്മീഷൻ ചെയ്തത്. അപ്പോൾ 4 സ്പിൽവേകളും 1211.5 മീറ്റർ വെള്ളമാണ് ഇതിൽ സംഭരണ ശേഷി. ചിമ്മിനി ഡാമിൻ്റെ പുറത്തേക്കുള്ള വഴിയിലേക്കാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുറത്തേക്കുള്ള നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ചിമ്മിനി ഡാം. അതോടുകൂടി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണുന്നതുവരെ ബൈ.